ദേശീയപാത വികസനത്തിൻ്റെ ചെർക്കള മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സുമായിട്ടാണ് ട്രൂ ജേണൽ ഇന്ന് വന്നിട്ടുള്ളത്. ചെർക്കളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചെർക്കള ടൗണിലോട്ട് പോകുമ്പോൾ ഇവിടെ ചെർക്കളയിൽ വരുന്ന ഫ്ലൈ ഓവറിലേക്കുള്ള ആക്സസ്, ചെർക്കള ടൗണിൽ നിന്നുള്ള ആക്സസിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 പില്ലറാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ 5 പില്ലറിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പില്ലറിൻ്റെ വർക്ക് മാത്രമാണ് അതിന് ബാക്കിയുള്ളത് കേട്ടോ. നേരത്തെയുള്ള ചെർക്കള സർക്കിളിലെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേഘയുടെ വർക്കാണ്. അപ്പോൾ മേഘയുടെ ഇപ്പോൾ നല്ല പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭാഗത്തുള്ള പില്ലറിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെർക്കള കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു സൈഡിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറുഭാഗത്തുള്ള ിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. അപ്പോൾ ഏകദേശം പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് പെയിൽ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ട് ഏകദേശം നമ്മുടെ ആ ഫ്ലൈ ഓവറിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെർക്കള സ്കൂളിന്, സെൻട്രൽ സ്കൂളിന് മുൻവശത്തായിട്ട് ഇരുവശത്തോട്ടും വിദ്യാർത്ഥികൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആക്സസ് നൽകിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം RE പാനൽ വെച്ചിട്ട് ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെർക്കള സെൻട്രൽ സ്കൂളിന് മുൻവശത്തായിട്ട് അടുത്തായിട്ട് നിർമ്മിച്ച ചെറിയൊരു ആക്സസാണ് ഇത് നമ്മൾ കാണുന്നത്. ഇരുവശത്തോട്ടും ആളുകൾക്ക് കടക്കാൻ പാകത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെർക്കള സെൻട്രൽ സ്കൂള് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞാട്ട. നേരത്തെ ഈ ഭാഗത്ത് ചെറിയൊരു ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ക്ലോസ്ഡാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമുക്കിവിടെ ഇടത് ഭാഗത്തായിട്ട് വാഹനങ്ങൾ റോഡിലോട്ട് 3 വരി പാത കാസർഗോഡ് ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ നായ്മാറ മുല കഴിഞ്ഞ് BC റോഡ് അണ്ടർ പാസേജ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള മെർജിങ് പോയിൻ്റ് വരെ ഇപ്പോൾ 3 വരിപ്പാത ഈ ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വലത് ഭാഗത്തായിട്ട് നമുക്ക് 3 വരിപ്പാത ചെർക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ മുതലാണ് നമ്മുടെ ULCCയുടെ ചെർക്കള ചെങ്കള തലപ്പാടി റീച്ച് സ്റ്റാർട്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തായും ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് സെൻറ്റർ ഡിവൈഡറിൻ്റെ ഒക്കെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം ഇപ്പോൾ നടക്കുകയാണ്. നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ നടപ്പാതയുടെ നിർമ്മാണം കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. ഈ ഭാഗത്ത് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഫുട്പാത്തിൻ്റെ നിർമ്മാണം ഇടത് ഭാഗത്തായിട്ട് തുടങ്ങാനുള്ള ഇവിടെ കോൺക്രീറ്റ് കട്ടകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മുതൽ മെർജിങ് പോയിൻ്റ് വരുന്നതാണ് കേട്ടോ. ഇവിടെ മുതൽ വാഹനങ്ങൾക്കായിട്ട് കാസർഗോഡ് ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലത് ഭാഗത്തായിട്ട് കാണുന്നത് ഇതുവരെയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും 6 വരി പാത ഇവിടെ മുതലാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട് നമ്മുടെ ചെർക്കള ഭാഗത്തോട്ട്. അപ്പോൾ ചെർക്കളയിൽ വരുന്ന മേൽപ്പാലത്തിന് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് റോഡ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. ഇവിടെ മുതൽ 6 വരിപ്പാതയിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇടത് വശത്തായിട്ട് നമുക്കിപ്പോൾ നടപ്പാതയുടെ നിർമ്മാണം നടന്നതായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നടപ്പാതയുടെ നിർമ്മാണത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനി വലത് ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണം മാത്രമാണ് തുടങ്ങാൻ ബാക്കിയുള്ളത് കേട്ടോ. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ ഈ ഭാഗത്ത് കഴിഞ്ഞതാണ്. നമ്മളെ തലപ്പാടി ഭാഗത്തൊക്കെ ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞ് ആ ഭാഗത്തൊക്കെ വർക്കൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ തലപ്പാടി മുതൽ 6 വരിപ്പാതയുടെ ടാറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേന് ലൈനിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ബാക്കിയുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം കുറച്ച് ഭാഗങ്ങളിലായിട്ട് ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ 4-ാം മൈൽ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാണാർക്കുളം കഴിഞ്ഞ് 4-ാം മൈൽ വരുന്ന അണ്ടർ പാസേജിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അണ്ടർ പാസേജ് വലിയ അണ്ടർ പാസേജാണ് 4-ാം മൈലിൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് മുകൾ കൂടി 6 വരിപ്പാത പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നായ്മാറ മൂലയിൽ വരുന്ന അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള റോഡ്
ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. 2025 മെയ് മാസം വരെയാണ് ULCC ഇവർക്ക് സമയം നീട്ടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനു മുമ്പ് വർക്ക് തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ULCC. ഇവിടെ വലതുഭാഗത്തായിട്ട് നമ്മുടെ സന്തോഷ് നഗർ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങൾ റോഡിലോട്ട് കിടക്കുന്ന ദൃശ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മുതൽ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് നഗറിൽ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഭാഗങ്ങളിലും അണ്ടർ പാസേജിൻ്റെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അണ്ടർ പാസേജ്. നമ്മുടെ മേഘ കമ്പനിയുടെ റീച്ചിൽ കല്ലിങ്കൽ കഴിഞ്ഞുള്ള ഭാഗത്ത് അവിടെ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൊയിനാഴ്ച കഴിഞ്ഞ് മയിലാട്ടി ഭാഗത്ത് അവർ സമരം ചെയ്യുന്നുണ്ട്. അവിടെ ടാറിങ് പ്രവൃത്തികൾ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ അണ്ടർ പാസേജ് അനുവദിക്കാൻ സാധ്യതയില്ല. കൂടാതെ ആ ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യപ്പെടാം. നമ്മളങ്ങനെ സന്തോഷ് നഗർ കഴിഞ്ഞ് പാണല ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നായ്മാറുമുല അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ടാറിങ് പ്രവൃത്തികൾ പെട്ടെന്നാണ് ഇവർ നമ്മുടെ ULCC പൂർത്തീകരിച്ചത്. നായ്മാറമൂലയിലും സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വർക്കുകൾ ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ വർക്ക് പൂർത്തീകരിച്ചതിനെ. അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ തകൃതിയിലാണ് ഇവർ പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തും വർക്ക് അവിടെ അവർ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ നുള്ളിപ്പാടി ഭാഗത്ത് അവർക്ക് ചെറിയൊരു പാസേജ് കൂടി അനുവദിക്കണമെന്ന് അവർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമ്മുടെ അവിടുത്തെ നാട്ടുകാർ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ചിലവുകൾ അവർ തന്നെ നാട്ടുകാർ വഹിക്കുമെന്നാണ് അറിയിച്ചത്. പുരോഗതി എന്തെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ നായ്മാറമുല അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള റോഡ് 6 വരിപ്പാത മുഴുവനായിട്ട് ഇപ്പോൾ റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് ഇനി വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് വർക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. കൂടാതെ ഇനി ടാറിങ് പ്രവൃത്തികളും ബാക്കിയുണ്ട്. എന്തായാലും നായ്മാറമൂലയിൽ നമുക്കൊക്കെ അറിയാം, ഈ ഭാഗം മുതൽ കാസർഗോഡ് ടൗൺ വരെ നല്ല ട്രാഫിക്കാണ് അനുഭവപ്പെടാറുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഈ പാത തുറന്നു കൊടുക്കുന്നതോടുകൂടി ആ ട്രാഫിക് ബ്ലോക്കിന് ചെറിയൊരു ആശ്വാസമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ BC റോഡ് അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡ് എത്തുന്നത് വരെയാണ് ഇവിടം വരെയാണ് ഇവർ ഗതാഗതത്തിനായിട്ട് പാത തുറന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ 2 ഭാഗത്തായിട്ടും മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ BC റോഡ് മുതൽ നമ്മുടെ വിദ്യാനഗർ വരെ അണ്ടർ പാസേജ് 2 ഇടത്തും അണ്ടർ പാസേജ് വരുന്നല്ലോ. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നിലവിലിപ്പോൾ നടക്കുന്നത് കേട്ടോ. നല്ല ഉയരത്തിലാണ് ആ ഭാഗത്ത് അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുന്നത്. അതുകൊണ്ടാണ് വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. കൂടാതെ നമ്മുടെ വിദ്യാനഗർ വരുന്ന അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതിനാലാണ് ആ ഭാഗത്ത് വർക്ക് പെൻഡിങ് ആയത്. എന്തായാലും നിലവിലിപ്പോൾ നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ BC റോഡ് അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇരുവശത്തോടും ഇപ്പോൾ ഒരു ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. കൂടാതെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് മണ്ണ് ഇട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഈ ഭാഗത്തൊക്കെ RE പാനൽ അവസാന ഭാഗത്തൊക്കെ ഉയർത്തിയിട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ BC റോഡ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് നിലവിലിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡുകളും ഈ അപ്രോച്ച് റോഡും ഈ അണ്ടർ പാസേജും യോജിക്കുന്ന വർക്കാണിപ്പോൾ നടക്കുന്നത്. കൂടാതെ ഈ ഭാഗത്ത് മണ്ണടിച്ചിട്ട് ഇനി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇവർ ഈ ഒരു മാസത്തിനകം ഈ റോഡ് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് ഇനിയും വർക്കുകൾ ബാക്കിയുണ്ട്. മുഴുവനായിട്ടുള്ള വർക്ക് നമ്മുടെ ഈ മെയ് മാസത്തിന് മുമ്പാണ് ഇവർക്ക് അവസാനമായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി സമയം നീട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മളെ ഈ അപ്രോച്ച് റോഡിലേക്കുള്ള ജോയിൻറ്റിങ് വർക്കാണ് ഇപ്പോൾ ഇവിടെ കമ്പികൾ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. അണ്ടർ പാസിൻ്റെ താഴെയുള്ള ഭാഗത്ത് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് ഈ വിദ്യാനഗർ ഭാഗത്ത് അനുവദിച്ചിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇവിടെ സീതാങ്കോടി റോഡാണ് വലതുഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവർ രണ്ട് ഭാഗത്തായിട്ട് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അണ്ടർ പാസേജിൻ്റെ മുകളിൽ ഈ അപ്രോച്ച് റോഡൊക്കെ കഴിഞ്ഞാൽ ടാറിംഗ് പ്രവൃത്തികളൊക്കെ തുടങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ മുതൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വിദ്യാനഗർ കോളേജിൻ്റെ മുൻവശത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. കാസർഗോട്ടെ ആദ്യത്തെ റീച്ചിൽ അതിൻ്റെ വർക്ക് പെട്ടെന്നാണ് ഇവർ പൂർത്തീകരിക്കുന്നത് കേട്ടോ. നമ്മുടെ ULCC 45 മീറ്ററിൽ ഇവർ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ച് നെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ കല്ലങ്കൈ ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കൂടാതെ അത് കഴിഞ്ഞ് നമ്മുടെ പേർവാട് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തും വർക്കുകൾ അവിടെ ഫൗണ്ടേഷൻ വർക്ക് മാത്രമാണ് നടന്നിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം വർക്കുകൾ അവിടെ നടന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ചേശ്വരം കഴിഞ്ഞ് തലപ്പാടി ഭാഗത്തോട്ട് കുഞ്ചത്തൂർ ഭാഗത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ തുറന്നു കൊടുത്തായില്ലേ നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ വിദ്യാനഗർ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ നല്ല ഉയരത്തിലാണ് സർവീസ് റോഡ് വരുന്നത്. 6 വരിപ്പാത വരുന്നത് നല്ല താഴ്ന്നിട്ടാണ് കേട്ടോ. നേരത്തെ ഈ കയറ്റിറക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ഓവർ പാസേജ് അനുവദിക്കാമായിരുന്നു, പക്ഷേ വിദ്യാനഗറിൽ അണ്ടർ പാസേജ് വരുന്നല്ലോ, അതുകൊണ്ട് ഈ ഭാഗത്ത് അനുവദിക്കാത്തതാണെന്ന് നമുക്ക് തോന്നുന്നു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓവർ പാസുകൾ അനുവദിച്ചിട്ടുള്ളത്. അവിടെ കുന്നും ചരിവുള്ള പ്രദേശമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ അവിടെ അനുയോജ്യമായിട്ടാണ് അവർ അവിടെ ഓവർ പാസ് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ കാസർഗോട്ടെ ആദ്യത്തെ റീച്ചിൽ 2 ഭാഗത്താണ് ഓവർ പാസ് അനുവദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പൊയിനാച്ചിയിലും ഓവർ പാസിൻ്റെ നിർമ്മാണം ഇപ്പോൾ തകൃതിയിൽ നടക്കുകയാണ്. അത് മേഘ കമ്പനിയുടെ റീച്ചാണ്. നമ്മുടെ ULCCയുടെ റീച്ചിൽ ഒസങ്കാടിയും ബന്ദിയോടുമാണ് ഓവർ പാസ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. താഴെയായിട്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇനി പുരോഗമിക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ അണങ്കൂർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഭാഗത്തൊക്കെ 6 വരിപ്പാത തുറന്നു കൊടുത്തിട്ടുണ്ട് വാഹനഗതാഗതത്തിനായിട്ട്. 3 വരിപ്പാത മാത്രമാണ് ഒരു ഭാഗത്തായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. മറുവശത്തെ പാത ഇപ്പോൾ ചെർക്കള ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടില്ല. കൂടാതെ ഈ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് ഇവിടെ അണങ്കൂർ ഭാഗത്ത് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ നുള്ളിപ്പാടിയല്ല, നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പഴം കഴിഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടുന്ന ചെർക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന അണ്ടർ പാസേജാണ് ഇവിടെ. ഇപ്പോൾ നുള്ളിപ്പാടി ഹോസ്പിറ്റലിലൊക്കെ തിരിഞ്ഞ് ഇവിടെ ഒന്ന് ടേൺ അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ അണങ്കൂർ കഴിഞ്ഞുള്ള ഭാഗത്ത് അത് കയറ്റിറക്കുള്ള സ്ഥലമാണ്. അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് 6 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ലൈറ്റിക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡ് കൂടിയാണ്, ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ 6 വരിപ്പാത വന്നാലും നമ്മുടെ ലൈൻ ബസ്സൊക്കെ ഈ സർവീസ് റോഡിൽ കൂടിയേ പോകൂ. കാരണം ആളുകളെ കിട്ടണമെങ്കിൽ സർവീസ് റോഡിൽ കൂടി പോകണം. അങ്ങനെ നമ്മൾ അണങ്കൂർ കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ കയറ്റിറക്കുള്ള സ്ഥലമാണ്. മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് കേട്ടോ ഈ 6 വരിപ്പാത വരുന്നത്. അപ്പോൾ സർവീസ് റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. ഇവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് കേട്ടോ. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് വരുന്നത്. ഇതുവരെയാണ് വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുതൽ റോഡ് ക്ലോസ്ഡ് ആണ്. എന്നിരുന്നാലും നമ്മുടെ നുള്ളിപ്പാടി ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തായിട്ട് ചെറുതായിട്ടൊരു സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് ഇരുവശത്തോടും കടക്കാൻ വേണ്ടിയിട്ടും പിന്നെ വാഹനങ്ങൾ താൽക്കാലികമായിട്ട് പോകാൻ വേണ്ടിയിട്ടും. ആ ഭാഗത്തായിട്ട് വലത് ഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും തോന്നുന്നു. അപ്പോൾ ചെറുതായിട്ട് ആ ഭാഗത്ത് ആക്സസ് കൊടുത്തിട്ടുണ്ട് നിലവിൽ. ഇവിടെയാണ് കേട്ടോ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ അണ്ടർ പാസേജ് ഈ ഭാഗത്ത് വരാൻ സാധ്യതയില്ല. കൂടാതെ ചെറിയൊരു പാസേജ് ഇവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നാട്ടുകാർ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ചിലവുകൾ നാട്ടുകാർ വഹിക്കാമെന്നാണ് നമുക്ക് ഇവിടെ ഒരു പത്രത്തിൽ നിന്ന് കിട്ടിയ
വിവരം. എന്തായാലും നിലവിൽ ഈ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഈ ഭാഗങ്ങൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് വർക്ക് ഇപ്പോൾ നടക്കുന്നില്ല. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 പാനൽ വെച്ചിട്ട് അവസാന ആൻറ്റി പാനൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന 6 വരി പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇരുവശത്തും ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് റോഡും ഈ പാലും തമ്മിൽ ജോയിൻറ്റിങ് വർക്കാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള പാലങ്ങളിലുള്ള ജോയിൻറ്റിങ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവർ മാസ്റ്റിക് പാഡുകൾ സെറ്റാക്കി അതിൻ്റെ മുകളിൽ ടാറിങ് പ്രവൃത്തികൾ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2025 മെയ് മാസത്തിന് മുമ്പ് ഈ പാലങ്ങൾ ഈ മുഴുവനും ഇവരെ ആദ്യത്തെ റീച്ച് ഇവർ തുറന്നു കൊടുക്കുമെന്നാണ് ULCC അവകാശപ്പെടുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് താഴെയായിട്ട് ഇപ്പോൾ ഇനി ഈ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ് ഇടത് ഭാഗങ്ങളിലായിട്ട്. കൂടാതെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികളൊന്നും കഴിഞ്ഞിട്ടില്ല. താൽക്കാലികമായി ചെറിയ രീതിയിൽ ടാറിങ് പ്രവൃത്തികൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരുന്നതോടുകൂടി ഈ പുതിയ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ടൗണിൽ അനുഭവപ്പെടുന്ന ട്രാഫിക്കിന് ചെറിയൊരു ആശ്വാസമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് വരുമ്പോൾ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഈ മേൽപ്പാലത്തിന് മുകളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. പേരിൽ പുതിയ ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ, പഴയ ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു കമാനം നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടൊരു ഗേറ്റ് ഇവിടെ നഗരസഭ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ ലൈറ്റുകൾ വെച്ച് നഗരത്തിലെ റോഡുകൾ ഇപ്പോൾ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ചെർക്കള മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സുമായി വരാം. ബൈ.